ഹലോ മക്കളെ, +1 ഫിസിക്സിന്റെ എക്സാമിന് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുന്ന വിചാരം. നന്നായി പഠിച്ചോ, ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്തോ, വീഡിയോസ് ഒക്കെ കണ്ട് നന്നായി പഠിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാം +1 ഫിസിക്സ് തന്നെ ആകും. അത് നമുക്ക് ആക്കണം. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. സംഭവത്തിലേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മുടെ +2 ഇയർ ബാച്ചിന് അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും ഓൾറെഡി അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബാച്ചിന് നമ്മളൊരു പുതിയ ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസ്സസ്, അതുപോലെ PDF നോട്ട്സ്, വർക്ക്ഷീറ്റ്സ്, എക്സാംസ്, എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് നമ്മുടെ മൊത്തം ബുക്ക് സെറ്റ് നിങ്ങൾക്ക് +2 ബാച്ചിലേക്ക് ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും കംപ്ലീറ്റ് നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെയുള്ള നമ്മുടെ ബുക്കുകൾ, ആക്ച്വൽ ബുക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അതും കൂടി ചേർക്കുകയാണെങ്കിൽ ഫീസ് ഭയങ്കര കൂടുതലാണ് വരെ. എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു ഓഫർ ഫീസിലാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നത് മാർച്ച് 20 വരെ. പക്ഷേ പല കുട്ടികളും ഈ എക്സാമിൽ ഇടയായതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ കരച്ചിലൊക്കെ ആയിരുന്നു ഇന്നലെ അഡ്മിഷൻ ടീമിൻ്റെ. +1 +2 മാത്രമല്ല, താഴെയുള്ള ക്ലാസ്സുകളൊക്കെ. അപ്പോൾ ആ ഒരു ഡേറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാർച്ച് 25 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള എക്സ്റ്റൻഷൻ എന്നുള്ള കാര്യം വളരെ സംശയകരമാണ്. ഇത് വളരെ ഓണസ്റ്റ്ലി കാര്യം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബുക്കും ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ സെർവർ കോസ്റ്റും ഈ ബുക്ക് പ്രിന്റ് ചെയ്യുന്ന കോസ്റ്റും ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റും ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുന്ന കോസ്റ്റും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കുട്ടികൾക്കും ഇങ്ങനത്തെ ഫീസിലൊന്നും നൽകാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ മാക്സിമം നൽകാൻ പോകുന്നത്, മാക്സിമം അഡ്മിഷൻ ഒരു 1000 സ്റ്റുഡൻസിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഫീസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓണസ്റ്റ്ലി ആലോചിക്കാം, നിങ്ങൾക്ക് +2 എക്സാം ഇൻ്റർവ്യൂ കൂടെ പഠിച്ചാൽ കാര്യമുണ്ടാകും എന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് കണ്ടു, പലരും +1 അഗ്നി ബാച്ചിൽ പഠിച്ചവരുണ്ടാവും, ബാക്കിയുള്ള ബാച്ചിലൊക്കെ പഠിച്ചവരുണ്ടാവും, നിങ്ങൾക്ക് പേഴ്സണലി തോന്നുകയാണ് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ഡിലേ ചെയ്യുന്നതിൽ പോയിന്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം നമ്മൾ ക്ലാസ്സുകളും വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. +2 അവിടെ വേറെ ടൈം വേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ നേരത്തെ തന്നെ +1 എക്സാം കഴിഞ്ഞു, ചെറിയൊരു ഗ്യാപ്പ് തരും, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എക്സാം കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എടുത്ത് വെക്കുക. ഓവർ നിങ്ങൾ ഡിലേ ചെയ്താൽ നിങ്ങളാണ് മിസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മറ്റൊരു ഉപകാരമുള്ള വെച്ചാൽ +1 ഇംപ്രൂവ്മെന്റ് +2 എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളും ഫ്രീ ആയിട്ടുണ്ടാവും. റിവിഷൻ ആയിട്ടുള്ള ക്ലാസ് കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. +1 നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ഈ ഒരു ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിന് എക്സ്ട്രാ ഫീസും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. പിന്നെ അറിയാലോ, ഇതിലൊക്കെ പഠിച്ചാൽ റിസൾട്ട് കിട്ടുമോ, മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം ഞാൻ കാണിച്ചു തന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വർഷം +1 അഗ്നി ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ റിസൾട്ട് ആണത്. 520 ഫുൾ മാർക്ക് വാങ്ങിച്ച 20 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആണ് നമ്മുടെ അഗ്നി ബാച്ചിൽ വന്നത്. അതുപോലെ +2 ഇയർ ബാച്ചിൽ നിന്ന് 2 പേരാണ് കേരളത്തിൽ 1200 വാങ്ങിച്ചത്. പരീക്ഷ ഏറ്റവും ടഫസ്റ്റ് ആയി വന്നൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. പല പരീക്ഷ മാത്സ് അടക്കമുള്ള എക്സാം വളരെ കട്ടിയായി വന്ന വർഷം വരെ ഈ പിള്ളേർ വേറെ ലെവൽ മാർക്കാണ് വാങ്ങിച്ചത്. അത് +1 +2 ചേർത്തുള്ള മാർക്കാണ് ഈ കാണുന്നത്. ഓബിയസ്ലി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ജസ്റ്റ് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ 1200 മിസ് ചെയ്ത് അനവധി കുട്ടികളാണ് നമ്മുടെ ബാച്ചിൽ നിന്ന് പഠിച്ചു വന്നത്. അപ്പം നിങ്ങൾ ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ക്ലാസ്സുകളും പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് പഠിക്കാൻ റെഡിയാണെങ്കിൽ, ഇൻക്ലൂഡിങ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, എന്തായാലും ഏറ്റവും പീക്കിൽ നിങ്ങൾ എത്തിക്കാൻ എക്സാമിനറിന് പറ്റും. അതിൽ അഡ്മിറ്റ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കുറവോ ഒരു മടിയോ എനിക്കില്ല. അത്രയും ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളായിരിക്കും, ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള പുതിയ സിലബസ് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ എഫക്റ്റ് ആണ് നിങ്ങൾ ഈ പിള്ളേരുടെ കണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ക്ലാസ്സുകളും വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കിയുള്ള +1 എക്സാമും അതുപോലെ ഫിസിക്സ് എക്സാമും മാത്സ് എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ഓഫർ ഉപയോഗിക്കേണ്ടവർ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക. താഴെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.